നമസ്കാരം. ലീഗൽ പാത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം വളരെ കോൺഫിഡൻ്റ് എന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യൻ, കോൺഫിഡൻറ്റ് എന്ന വാക്കിൻ്റെ തന്നെ ബ്രാൻഡായ ഒരു മനുഷ്യൻ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വയം വെടിവെച്ച് മരിച്ച ഒരു കഥ ഒരു ഞെട്ടലോടെയാണ് ഇന്ത്യൻ സമൂഹം കേട്ടത്. അത് ഒരു റെയ്ഡിനിടെയാണ് എന്ന് കേട്ടപ്പോൾ വാദപ്രതിവാദങ്ങൾ രണ്ട് തരത്തിലുമുണ്ടെന്നു. ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടിക്കലുകളാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നും, അതോ അല്ലെങ്കിൽ എന്തൊക്കെയോ മറക്കാനുണ്ടായിരുന്ന അദ്ദേഹം അത് പുറത്തു വരുമെന്നായപ്പോൾ മരിച്ചതാണെന്നും ഒക്കെ വാർത്തകൾ പരന്നു. ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഒരു സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുക, അതാണ് ഇന്ന് ലീഗൽ പാർട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സെർച്ചുകൾ നിയമപരമായിട്ട് ഒരു റെയ്ഡ് നടത്തുവാനായിട്ട്, സെർച്ച് നടത്തുവാനായിട്ട് പല നിയമത്തിലും വകുപ്പുകളുണ്ട്. ഈ റോയിയുടെ കേസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു റെയ്ഡ് നടത്തിയത്, സെർച്ച് നടത്തിയത്. ഇൻകം ടാക്സ് സെർച്ച് നടത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരാൾ അമിതമായ പണം ചെലവഴിക്കുന്നത്, കണക്കിൽപ്പെടാത്ത പണം ചെലവഴിക്കുന്നുവെന്ന് സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു എന്ന് തോന്നിയാൽ, അമിതമായിട്ടുള്ള ആർഭാടങ്ങളോടുകൂടി പല പരിപാടികളും നടത്തുമെന്ന് തോന്നിയാൽ, കണക്കിൽപ്പെടാത്ത ഇതുവരെ വെളിപ്പെടുത്താത്ത സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് തോന്നിയാലൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാളുടെ വീടോ ഓഫീസോ ജോലിസ്ഥലമോ അയാളെ തന്നെ പരിശോധിക്കുവാനായിട്ടുള്ള അധികാരമുണ്ട്. ഇൻകം ടാക്സ് ആക്ടിലെ 132 വകുപ്പാണ് ഇതിന് ഉള്ള അധികാരം നൽകുക. അത് ഇൻകം ടാക്സ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ, ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, ജോയിൻറ്റ് കമ്മീഷണർ, അങ്ങനെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ആ സെർച്ചുകൾ നിർണ്ണയിക്കേണ്ടത്, നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സെർച്ചിനായിട്ട് ഒരാളുടെ വീട്ടിലേക്ക് എത്തിയൊന്നിരിക്കുക, എന്തൊക്കെയാണ് അയാൾക്കുള്ള അവകാശങ്ങൾ? ഒന്നാമത്തെ അവകാശമെന്ന് പറയുക, സെർച്ചിനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുവാനായിട്ടുള്ള അവകാശം സെർച്ചിന് വിധേയമാകുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ച് കഴിഞ്ഞ് അവർ ഈ സെർച്ച് വാറണ്ടും കാട്ടിത്തന്നു കഴിഞ്ഞാൽ സെർച്ചിന് വിധേയപ്പെടുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലെ ഒരാളുടെ കർത്തവ്യം. സെർച്ചിനെ തടയുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടുകൾ പൂട്ടിയിടുവാണെങ്കിൽ ആ വീട് താഴിട്ട പൂട്ടിയ വീടാണെങ്കിലും പൊളിച്ച് അകത്ത് കയറി സെർച്ച് ചെയ്യുവാൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുക. അവർക്കായിട്ട് ആ വീടിൻ്റെ ഓഫീസുകളുടെ താക്കോലുകൾ വിട്ടുകൊടുക്കുവാനായിട്ടുള്ള അധികാരവും അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്വവും സെർച്ചിന് വിധേയമാകുന്നവർക്കുണ്ട്. എന്നാൽ സമയാസമയങ്ങളിൽ മെഡിസിൻ കഴിക്കുവാനായിട്ട്, ഭക്ഷണം കഴിക്കുവാനായിട്ട്, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുവാനായിട്ട്, ഏതെങ്കിലും ആചാര രീതികൾ പ്രകാരം മറഞ്ഞിരിക്കേണ്ടതോ അല്ലെങ്കിൽ മുഖം കാണിക്കുവാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കി വനിതാ ഉദ്യോഗസ്ഥരുടെ അടുത്ത് മാത്രം മുഖം കാണിക്കുവാനായിട്ട്, ഇങ്ങനെ തുടങ്ങിയ അവകാശങ്ങൾ സെർച്ചിന് വിധേയരാകുന്നവർക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു അവകാശമാണ് ഈ സെർച്ചിന് വിധേയനാക്കപ്പെട്ടവർക്ക് തങ്ങളിൽ എന്തൊക്കെയാണോ അല്ലെങ്കിൽ തങ്ങളുടെ എന്തൊക്കെ രേഖകളാണോ ഇവർ എടുത്തുകൊണ്ട് പോകുന്നത് അതെല്ലാം ചേർത്ത ഒരു പഞ്ചനാമ ഇവർ തയ്യാറാക്കും. ആ സീസർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു കോപ്പി കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ സെർച്ചുകൾക്കെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് പോലീസുകാരല്ലാത്ത, നമ്മുടെ ഭാഗത്തുമല്ലാത്ത സ്വതന്ത്രരായിട്ടുള്ള സാക്ഷികളുടെ ഒപ്പുകൾ ചെയ്യുവാനായിട്ട് അവകാശമുണ്ട്. ഇതിൻ്റെ എല്ലാ രേഖകളുടെ പകർപ്പുകൾ കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് സെർച്ചിന് വിധേയരാകുന്നവരുടെ അവകാശമെന്ന് പറയുക. സെർച്ചിനെ എതിർക്കുവാൻ നമുക്ക് സാധിക്കുമോ? കോടതി വിധികൾ നമ്മൾക്ക് അനുകൂലമില്ല എങ്കിൽ സെർച്ച് നിയമവിധേയമായിട്ടുള്ള ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അതിന് നമ്മൾ ബാധ്യസ്ഥരാകേണ്ടതാണ്, അതിന് വിധേയരായി കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നിയമം. ഇത്തരത്തിലുള്ളൊരു സെർച്ചായിരുന്നു റോയിയുടെ ഭവനത്തിൽ നടന്നത്. നിർഭാഗ്യമെന്നേ പറയേണ്ടൂ. ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സെർച്ച് നിയമവിധേയമല്ലാതെ അല്ലെങ്കിൽ അകത്തെന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും സെർച്ച് എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒന്നല്ല. ഇനി BNSSലേക്ക്, പഴയ
CRPC ക്രിമിനൽ നിയമ സംഹിതയിലേക്ക്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ മാനദണ്ഡങ്ങൾ സെർച്ചിന് വന്നിട്ടുണ്ട്. അത് പോലീസ് കേസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ചിന് അല്പം മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട്. 2 തരത്തിൽ അവർക്ക് സെർച്ച് നടത്താം. ഒന്ന്, കോടതി ഉത്തരവോടുകൂടി ചില രേഖകൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങൾ നടത്തിയ സാധനങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട്, ചില കള്ളനോട്ട് പോലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേശ സുരക്ഷയ്ക്ക് ബാധകമാകുന്ന കൗണ്ടർ ഫീറ്റിംഗ് ഉള്ള, മതപരമായിട്ടുള്ള ലഹളയ്ക്ക് കാരണമാകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ചിലയിടത്തുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സെർച്ചിന് ഓർഡർ ഇടാം. സെർച്ച് അനുസരിച്ച് ആ സ്ഥലം പരിശോധിക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒബ്സീനായിട്ടുള്ള കാര്യങ്ങൾ, ബുക്കുകൾ, കുട്ടികളെ മോശമായിട്ട് ചിന്തിരിക്കുന്ന അശ്ലീലമായിട്ട് കേൾക്കുന്ന ബുക്കുകൾ, കള്ളനോട്ടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് സീസ് ചെയ്യുവാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. ഇനി ഒരു കുറ്റകൃത്യം നടന്നു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പോലീസിന് കോടതി വാറൻ്റ് ഇല്ലാതെ തന്നെ കുറ്റകൃത്യങ്ങൾപ്പെട്ട കാര്യങ്ങളിലെ തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് സെർച്ച് നടത്തുവാനായിട്ട് അവകാശമുണ്ട്. പോലീസ് സെർച്ചിലും ഇതേപോലെ തന്നെയുള്ള അവകാശങ്ങൾ സെർച്ചിന് വിധേയരാകുന്നവർക്കുണ്ട്. രാവിലെ 6-നും വൈകുന്നേരം 6-നും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ സെർച്ച് നടത്താൻ പാടുള്ളൂ. സ്വതന്ത്രരായ സാക്ഷികൾ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം പുതിയ BNSS വന്നപ്പോൾ പുതിയൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. പണ്ട് ഈ സെർച്ചും റെയ്ഡുമൊക്കെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു, നിയമപരമല്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതൊക്കെ വലിയ വെല്ലുവിളികൾ വന്നപ്പോൾ, അതിനെതിരെ ശക്തമായ പ്രതിഷേധം വന്നപ്പോഴാണ് ഇപ്പോൾ സെർച്ച് നടത്തുമ്പോൾ വീഡിയോ റെക്കോർഡിംഗ് വേണം എന്ന നിയമമൂലം പോലീസിനോട് അനുശാസിക്കുന്നുണ്ട്. ഉണ്ടായാൽ മാത്രം പോരാ, കോടതി അനുവാദത്തോടു കൂടിയുള്ള സെർച്ചുകളിൽ 48 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ റെക്കോർഡ് രേഖ കോടതിയിൽ ഹാജരാക്കുകയും വേണം. ഒരുപക്ഷെ പോലീസ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ അനധികൃതമായിട്ടുള്ള സെർച്ചുകൾ, റെയ്ഡുകളൊക്കെ നടത്തുന്നു എന്ന പരാതിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണിത്. അപ്പോൾ അറിയേണ്ട ഇതാണ്, സെർച്ചെന്നോ സീഷറെന്നോ കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് നമ്മുടെ ജീവനെ ഒരു സെർച്ചിനോ സീഷറിനോ വേണ്ടിയിട്ടോ നമ്മൾ ഇല്ലാതാക്കുന്നത്? അനധികൃതമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട് നേരിടുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ നിയമസംഹിത എന്ന് പറയുന്നത് ശക്തമാണ്. അത് സാധാരണ പൗരനെ അത് ഒരു പുതപ്പ് പോലെ കരുതി പടച്ചട്ടിയായി പൊതിയുന്നതാണ് ഇന്ത്യൻ നിയമ സംവിധാനം. ആ നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു നിയമപ്രവർത്തിയുടെ മുമ്പിൽ ജീവൻ വെടിയേണ്ട കാര്യമില്ല എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ.